രാജ്യമാണ്. യുക്രൈനിലും നിരന്തരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പില് തീവ്ര വലതുപക്ഷത്തിന് കിട്ടിയ വലിയ മുന്നേറ്റം നമ്മൾ കാണേണ്ടത്. തീർച്ചയായും അത് നവ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ളത് തന്നെയാണ്. നമ്മൾ അതിനെ ലഘൂകരിച്ചൊന്നും കണ്ട ഒരു അവസ്ഥയുമില്ല. തൊട്ടടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ കണ്ടത് ഇംഗ്ലണ്ടിലെ തെരഞ്ഞെടുപ്പ്. നമുക്കൊരു വലിയ അല്ലെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ മാതിരി തീവ്ര വലതുപക്ഷം, തീവ്ര ഇടതുപക്ഷം, അതല്ലാതെ ഇടനിലയിലുള്ള കക്ഷികൾ, ഇതൊക്കെ അവിടെ സജീവമാണ്. ലേബർ പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും നമുക്കൊരു ആവേശമുണ്ട്. ആ ലേബർ പാർട്ടി എന്നുള്ള പേരേ ഉള്ളൂ. ലേബർ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി തമ്മിൽ ഒരു വ്യത്യാസമില്ല, അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് മാത്രമല്ല, ലേബർ പാർട്ടി ഇതിലെ ഇടതുപക്ഷ സ്വഭാവമുണ്ട് എന്ന് കരുതിയിട്ടാണ് ജെർമി കോർബൻ പുറത്താക്കി. ലോകത്തെമ്പാടുള്ള മനുഷ്യന് തുല്യനീതി, തുല്യമായ രീതിയിലുള്ള പരിഗണന വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നു. ലേബർ പാർട്ടിയുടെ മുദ്രാവാക്യം പഴയകാലത്ത് ആകർഷകമാണ്. ലേബർ എന്നുള്ള പേരിന്റെ അതിന്റെ ഒരു സന്ദർഭവുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. ഇപ്പൊ കൺസർവേറ്റീവ് പാർട്ടിയെക്കാളും തീവ്ര വലതുപക്ഷ സ്വഭാവത്തിലാണ് ഇംഗ്ലണ്ടില് അവിടെയുള്ള ലേബർ പാർട്ടി എന്ന് പേര് പറയുന്നത്. ഈ പേരിന് ആ പാർട്ടിയായി നിൽക്കുക, പാർട്ടിയുടെ ഗുണമൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. നമ്മൾ ഇതിൽ നിന്ന് മുക്തരല്ല. പേര് അതിനെ ഉണ്ടാവും, ഇന്ന പാർട്ടിയാന്നൊക്കെ പേരുണ്ടാവും. ആ പേര് ലേബറിലേ ഉണ്ടാവും. ഇപ്പൊ പഞ്ചസാരയെ അല്ലാത്തൊരു പാത്രത്തിലേക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഉറുപ്പ് അവിടെ എത്തുന്ന പ്രശ്നമില്ല, കാരണം അത് പഞ്ചസാര അല്ല എന്നുള്ളതാണ്. അതുപോലെ വളരെ വിപ്ലവകരമായ രീതിയിലുള്ള പേരുകൾ സ്വീകരിക്കുകയും ഫലത്തിൽ അതിനെയൊക്കെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ലോകത്തെമ്പാടും കണ്ടുവരുന്നത്. അത് ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ അതിന്റെ തീവ്ര സ്വഭാവത്തിലാണ്. ലേബർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ആവേശം കൊള്ളേണ്ട യാതൊരു കാര്യവുമില്ല. അത് തീവ്ര വലതുപക്ഷ നയങ്ങള് അതിവേഗതയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമീപനമാണ് അവരും സ്വീകരിക്കുന്നത്. കൃഷി സുനകമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം അവർ തമ്മിൽ ഉണ്ടാവില്ലാണല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസമില്ലായ്മയാണ് നാം നേരിടുന്ന ഗുരുതരമായ പ്രശ്നം, സാംസ്കാരിക പ്രശ്നവും വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഫ്രാൻസിൽ ചെറിയൊരു പ്രതീക്ഷയുടെ ചെറിയൊരു പൊതുജീവൻ ലോകത്തെമ്പാടും അക്രമോത്സുകമായ രീതിയിൽ തീവ്ര വലതുപക്ഷം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മുന്നറിയിപ്പുകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ നടത്തിയ ഒരു മുന്നേറ്റമാണ്. അവിടെ എല്ലാവരും ചേർന്ന് നടത്തിയ ഇടതുപക്ഷം, അല്പം തീവ്രതയുള്ള ഇടതുപക്ഷം, ഒരു സ്വഭാവത്തിലൊന്നും നിൽക്കാത്ത, അതിലൊന്നും ഇടതുപക്ഷത്തിലൊന്നും നിൽക്കാത്ത, എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് സമീപനം സ്വീകരിക്കുന്ന പാർട്ടികള്. ഞാൻ പറഞ്ഞു വന്നത് ഗ്രീൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പങ്കാളിത്തം. അതാണ് ഫ്രാൻസിലെ വോട്ടെടുപ്പിൽ ഇപ്പോഴും ആർക്കും ഭൂരിപക്ഷമൊന്നും ആയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഇടത് സ്വഭാവമുള്ള, ഇടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നൊരു നമുക്കിപ്പം പിന്നെ ഈ ഇടത് സ്വഭാവം എന്നൊക്കെ പറയുന്നത് ഒരു വാക്കായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ദുഃഖിക്കൊന്നും വേണ്ട, പ്രശ്നമില്ല. ഇടത് സ്വഭാവമുള്ള പാർട്ടികളുടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് ആ യൂണിയനാണ് ഫ്രാൻസിൽ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിട്ടുള്ളത്. ഫ്രാൻസ് ഒരു വലിയ സൂചനയാണ്, ദേശീയ അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാനത്തിന് പോലും മാതൃകയാണ്. പല അർത്ഥത്തിലും ഫ്രാൻസിനുള്ളതാണ്. ഫ്രാൻസിന് ഒരു വലിയ പാരമ്പര്യമുണ്ട്. അവരൊരിക്കലും തീവ്ര ഇടതുപക്ഷ അന്തരീക്ഷത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും തീവ്ര വലതുപക്ഷത്തെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ലൈനാണ് പല ഘട്ടങ്ങളിലും ഫ്രാൻസ് സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ലോകത്താദ്യമായിട്ട് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിന്റെ നിർവചനം വന്നിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. രാജാവിന്റെ കാലത്ത് തുടങ്ങിയതാണ്. രാജാവിന്റെ ഇടതുവശത്ത് ഇരിക്കുന്ന ആൾ മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്നവര്, വലതുവശത്ത് നിൽക്കുന്നവർ മാറ്റം വേണ്ട എന്ന് ആവശ്യപ്പെടുന്നവരും. ഇതാണ് പിന്നീട് ഇടതുപക്ഷം എന്ന വാക്കിനെ തന്നെ ഏറ്റവും പ്രധാനമായത്. ഈ ഇടതുപക്ഷത്തെ മുൻനിർത്തിയുള്ള സാംസ്കാരികമായ അന്വേഷണത്തിലാണ് എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മനുഷ്യനും ഇടമുള്ള, എല്ലാ തരത്തിലുള്ള വേർതിരിവുകളെയും റദ്ദാക്കുന്ന ഒരു തലം തീർച്ചയായിട്ടും ഉള്ളത്. ഇവിടെ
ഫ്രാൻസിൽ നിന്ന് മുന്നോട്ട് വെച്ച ഗ്രീൻ പാർട്ടിയും നമുക്ക് റെഡ് പാർട്ടി എന്നും പറയാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ടികളും തമ്മിലുള്ള ഐക്യം നൽകുന്ന സൂചന എന്ന് പറയുന്നത് ലോകത്തെമ്പാടും ഈ അർത്ഥത്തിലുള്ള മുന്നേറ്റങ്ങളാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഏത് രാജ്യത്ത് പ്രവൃത്തി പൊരിച്ച് തോൽപ്പിക്കും, നിർത്താതിരുന്നാൽ ഭംഗിയായിരുന്നു. ഏതെങ്കിലും ചെറുപ്പക്കാരനെ നിർത്തി അവിടെ മത്സരിപ്പിച്ചാൽ ഒരു പോരായ്മയുമില്ല. പകരം ഈ വലിയ നേതാവിനെ തന്നെ കൊണ്ട് നിർത്തിച്ചത് കൊണ്ട് സംഭവിച്ച, കാരണം ഈ ഉദ്ഘാടകനൊന്നുള്ള പ്രശ്നം എനിക്കില്ല, ഞാൻ പാർട്ടി അംഗത്വമൊന്നും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് പറയുകയാണ്, തീർത്തും സ്ത്രീ പരിഗണനയില് ഏത് പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ നടന്നത്. സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കാനാവുമ്പോ ഇവരെല്ലാം തന്നെ പല ഭാഗത്ത് ആ ചർച്ച ഒഴിവാക്കുന്നതോ. നാം തിരിച്ചറിയേണ്ടത് 2 കൊല്ലം മുമ്പാണ് ചിലിയിലൊരു മന്ത്രിസഭ അധികാരമേറ്റത്. ചിലിയിൽ ആരാ പ്രക്ഷോഭം നടത്തിയത്? സ്ത്രീകള് തെരുവിലിറങ്ങി, സ്ത്രീകളും പരിസ്ഥിതിവാദികളും പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭത്തെ തുടർന്ന് ഗബ്രിയൽ ബോറിക്കിനോ വയസ്സ് 35, ഇപ്പൊ അയാൾക്ക് 37 വയസ്സായി, അയാളത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതൊന്നും കഴിഞ്ഞില്ല. 24 മന്ത്രിസഭയാണ്. ചിലി നമ്മള് അല്ലെങ്കിൽ സാധാരണ ഇടതുപക്ഷ സാംസ്കാരിക യോഗത്തിൽ ഒരു 20 പ്രാവശ്യമെങ്കിലും പറയും ചിലി ചിലി എന്ന് പറയാൻ പറ്റൂല, മിണ്ടൂല. ഇപ്പോ എന്താ മിണ്ടാത്തത്? ഇടതുപക്ഷം അവിടെ ഇല്ലാത്തത്. ഇടതുപക്ഷം അതിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വരുത്തുകയും ഇടതുപക്ഷം കൂടി ഉൾപ്പെട്ട ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഉൽപ്പന്നമാണ് ചിലിയില് ഗബ്രിയൽ ബോറിക് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അവിടെ നിലനിൽക്കുന്നത്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. 24 മന്ത്രിസഭയിൽ 14 വനിതകളാണ്. എന്താണ് ലോകം മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷം? ഇടതുപക്ഷ സാംസ്കാരിക ബോധ്യം എന്താണ്? ഇടതുപക്ഷം ഒരേ സമയം തന്നെ പാരിസ്ഥിതിക വിവേകത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹിക്കാവുന്ന ഒരു സമീപനം പല നാടുകളിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. രാജ്യദ്രോഹിയാവുക, നിങ്ങൾ ഈ അംശദേശത്ത് പെട്ടതാണോ, റവന്യൂ വകുപ്പിലുള്ള ആളുകളൊക്കെ അന്വേഷിക്കുന്ന രൂപത്തിൽ വില്ലേജ്, നിങ്ങൾ ഏത് വില്ലേജിൽപ്പെട്ട ആളാണ്, കാഞ്ഞങ്ങാട് വന്ന് സമരം ചെയ്യാൻ നിങ്ങൾക്കുള്ള യോഗ്യത എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ബാലിശമായ ചോദ്യം ചോദിച്ച് നാം മനസ്സിലാക്കേണ്ടത് ലോകത്തെമ്പാടും ഇടതുപക്ഷത്തിന്റെ വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പച്ചയും ചുവപ്പും തമ്മിലുള്ള സംവാദം സാംസ്കാരികമായ ഒരു വലിയ ഒരു ഉണർവിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗം കൂടിയാണ് ഈ സ്ത്രീകളെ മുഴുവൻ ഇറങ്ങിയിട്ട് തെരുവിലിറങ്ങി നടത്തിയ പ്രക്ഷോഭമാണ്. അവിടെ 35 വയസ്സുകാരനായ അധികാരത്തിലെത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള പ്രത്യേകമായ എല്ലാ ആനുകൂല്യവും റദ്ദാക്കുന്ന ആദ്യത്തെ തീരുമാനം. നമ്മൾ വിചാരിക്കൂലേ ചെറുപ്പക്കാർക്ക് മാത്രം ആനുകൂല്യം? അല്ല, പ്രായമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ പരിഗണന, അവര് ക്യൂ നിൽക്കേണ്ട. ഈ തീരുമാനമൊക്കെ എടുത്ത് അവിടുത്തെ രാഷ്ട്ര തലവന്റെ പേരാണ് ഗബ്രിയേൽ ബോറിക് എന്ന് പറയുന്നത്. അവിടെയുള്ള ഏത് പദ്ധതി, നമ്മുടെ പദ്ധതിയുടെ മുകളിലെല്ലാം എന്തോ ഗ്രീൻ ലേബൽ ഒട്ടിച്ചാൽ മതി, പരിസ്ഥിതി സൗഹൃദമാണെന്ന് ഒട്ടിച്ചാൽ മതി, ഒന്നും ചെയ്യണം. ഏത് കുഴപ്പം വേണമെങ്കിൽ ചെയ്യാം, ഏത് കുന്ന് വേണമെങ്കിൽ ഇടിച്ചു നിരത്താം. പക്ഷെ ആ പദ്ധതിയുടെ പേര് പരിസ്ഥിതി സൗഹൃദം എന്ന് വേണം. അതിനൊരു കമ്മിറ്റി ഒക്കെ ഉണ്ട്, ആ കമ്മിറ്റി ഒക്കെ ഇങ്ങനെ വരുന്നുള്ളോ. ഇങ്ങനെ ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കേണ്ടത്. ഈ അർത്ഥത്തിലാണ് ലോകത്തെ കഥയും കവിതയും സാഹിത്യവും സിനിമയും ഒക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇപ്പൊ നിങ്ങള് ഗൂഗിളിൽ ടോയ്ലറ്റ് ക്ലീനർ എന്നുള്ള വളരെ വിഖ്യാതമായ സിനിമയാണ്. അത് ടോക്കിയോയിലെ ടോയ്ലറ്റ് ക്ലീനർ, അതാണ് പടത്തിന്റെ പേരെന്തോ. ആ പടം കണ്ടാൽ നമ്മൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ നാടിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് അതിനെ മാത്രം കേന്ദ്രീകരിച്ച് സ്വാഭാവികമായി ഒരു മനുഷ്യൻ അവിടുത്തെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആളെ, നമ്മുടെ നാട്ടിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ 5ാമത്തെയോ പൗരനാണെന്ന് സംശയം ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു പരിഗണനയില്ല. പരിഗണനയില്ലാത്തതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തുല്യ പരിഗണനയാണ് വേണ്ടത്. ഇപ്പോ സാധാരണ ജനാധിപത്യത്തിന്റെ വിപുലമായ അർത്ഥത്തെ കുറിച്ച് ഗാന്ധിജി പറയുന്നുണ്ട്. ഭരിക്കുന്ന ഏറ്റവും ഉന്നതനായ വ്യക്തിക്ക് കിട്ടുന്ന അതേ പരിഗണനയും അതേ അവകാശവും ഏറ്റവും താഴെ നിസ്വനായൊരു മനുഷ്യനും കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആരോഗ്യകരമായ ജനാധിപത്യം അവിടെയുള്ളത്. അല്ലാതെ വളരെ വിപുലമായ വളരെ പോസ്റ്റ് ലൈഫ് അയാൾ നയിക്കുക, താഴെയുള്ള ആള്
അതിദരിദ്രന്മാരുടെ തന്നെ ശരിക്കും കേരളത്തിൽ പോലും വളരെ കൂടി വരികയാണ്. നാം വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്തിയ മുന്നേറ്റങ്ങളിൽ ഭൂപരിഷ്കരണ മുന്നേറ്റത്തിന്റെ ഒരു വലിയ ഘട്ടം അച്യുതമേനോൻ ഗവൺമെന്റോട് കൂടി അത് ഏറ്റവും ശക്തമായി നടത്തുകയും അച്യുതമേനോൻ ഗവൺമെന്റ് അതിലുപരിയായിട്ട് നാം ഇന്ന് കാണുന്ന അന്ന് ധർമാശുപത്രി എന്ന പേര്, ഈ ധർമാശുപത്രി തുടങ്ങിയിട്ടാണ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ഗവൺമെന്റിന്റെ തരത്തിലുള്ള ആരോഗ്യ പരിപാലനത്തെ സംബന്ധിച്ചുള്ള ഇടപെടൽ കേരളത്തിൽ നടത്തിയത്. അങ്ങനെ നടത്തിയ വലിയ ഒരു പോരാട്ടത്തിന്റെ അന്തരീക്ഷമുണ്ട്. ആ പോരാട്ടത്തിൽ തുല്യത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അടിയന്തരാവസ്ഥക്കാലം, കസ്റ്റഡി മരണം, മനുഷ്യാവകാശ ലംഘനം, ഇതിനൊന്നും മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. തീർച്ചയായും അതൊക്കെ നടന്നിരുന്നു. ഇപ്പോ വലിയ പ്രയാസമില്ലാതെ നടക്കുന്നുണ്ടെന്നാണ് എന്റെ തോന്നലുകൾ. അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ട്. നേരിട്ട് വെടിവെച്ച് കൊല്ലപ്പെട്ട ഈ മാവോവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതൊക്കെ നടന്നു വരുന്ന പിന്നെയും നടന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ ലേബലൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ എല്ലാ അർത്ഥത്തിലും നാം വളരെ തീവ്രമായ വലതുപക്ഷത്തിന്റെ സ്വഭാവത്തെ നാം അറിയാതെ സ്വാംശീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. ഒരു വളരെ വിഖ്യാതമായ ഒരു ആസ്ട്രേലിയൻ കഥയും ഒരു അച്ഛനും അമ്മയും തന്റെ കുട്ടിയെ ചെന്നായ പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഭയം സമസ്ത കോശങ്ങളിലും പിടിച്ചുലക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരിങ്ങനെ ചകിതരായി നിൽക്കുകയാണ്. കാരണം ചെന്നായ അടുത്തെത്തി കഴിഞ്ഞു. ഏത് നിമിഷവും തങ്ങളുടെ കുട്ടികളെ വിഴുങ്ങും എന്ന് ബോധ്യമായി. ആ ബോധ്യമായ സന്ദർഭത്തിൽ അവർ ചെന്നായിയായി മാറിയ കുട്ടിയെ തിന്നുന്ന ഒരു ദുരന്ത ദർശനം, ദുരന്ത കാഴ്ച ഫാസിസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നാം പലവട്ടം ഓർമ്മിക്കേണ്ട ഒന്നാണ്. അത് സാംസ്കാരികമായ അനുഭവത്തിൽ നമ്മൾ അറിയാതെ ഒക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ തലക്കകത്ത് ഒരു മുതല വളരുന്നുണ്ട് എന്നതുപോലെയാണ് ഫാസിസം എന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നിനെയാണ് ഫാസിസം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രിക്കെതിരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ കുറ്റമാവുക, അതുപോലെ മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഭരണാധിപന്മാർക്കെതിരെ പറഞ്ഞാൽ വലിയ കുറ്റമാവുക. അത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ ആശാസ്യമല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് വിമർശിക്കാൻ പറ്റണ്ടേ? ഇപ്പൊ തന്നെ കുറച്ച് ദിവസത്തെ പത്രങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനെ പറ്റി ഒന്നും പറഞ്ഞോളൂ, അതൊക്കെയാ പറയുന്നത്. അങ്ങനെയുണ്ടോ? നമ്മള് ഡാംഗെ 13 കൊല്ലമൊക്കെ ജയിലിൽ കിടന്നു. ഡാംഗെ ജയിലിൽ കിടക്കുന്നത് ഡാംഗെയൊക്കെ വിമർശിച്ചിട്ടില്ലേ? ഡാംഗെ തെറ്റ് ചെയ്തപ്പോൾ ഡാംഗെ വിമർശിച്ചു. തെറ്റ് ചെയ്തപ്പോ വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമായ അതിന്റെ ഒരു പരിണാമമാണ്. പിന്നെ എങ്ങനെ തിരുത്തുക? തെറ്റ് ചെയ്യുന്നത് തിരുത്തുക എന്നുള്ളത് സാംസ്കാരികമായ ഔന്നത്യത്താൽ ഒരു ജനത അടയാളപ്പെടുത്തേണ്ട ഒന്നാണ്. അല്ലാതെ തെറ്റ് കണ്ട് മിണ്ടാതിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ കഥയായിരിക്കും. ഇപ്പോ വിജയ ജെയിംസിന്റെ വളരെ വിഖ്യാതമായ ഒരു കഥയുണ്ട്, വായിച്ചവരെന്നോട് ക്ഷമിക്കുക. വ്യാജബിംബം എന്നൊരു കഥയുണ്ട്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ആ കഥ ഇതാണ്: ഈ നാട്ടിലെ അടക്കി ഭരിച്ചിരുന്ന, നാടിനെ മൊത്തം അയാളുടെ കീഴിലാക്കിയിരുന്ന പങ്കജാക്ഷൻ എന്ന് പറഞ്ഞ ആൾ, അയാളുടെ സഹായിയായിട്ട് ഒരാളുണ്ടായിരുന്നു. ആ സഹായി അയാളിങ്ങനെ ഭയങ്കര പ്രയാസപ്പെട്ട് ഇങ്ങനെ ഇയാൾ പറയുന്നത് അപ്പം ദേഷ്യം വരും, അപ്പം അയാളുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കണം എന്നുള്ളതാണ്. തിരുമുണ്ടെന്നോട്ടാണ് അയാളുടെ പേര്. അയാള് ഓരോ പ്രാവശ്യം ഇങ്ങനെ നിർദ്ദേശം കൊടുത്ത അതിനനുസരിച്ച്, നിർദ്ദേശം കൊടുക്കണ്ട, അയാളെ മുഖം നോക്കി അയാൾക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഒരിക്കൽ ഇയാൾ മരിച്ചു. ഈ പങ്കജാക്ഷൻ മരിച്ചു. ഇത്രയും കാലം ഉള്ളിൽ കെട്ടിക്കിടന്ന എതിർപ്പ് മുഴുവൻ ഈ പാറമുണ്ടൻ എന്ന് പറയുന്ന ആള്, തിരുമുണ്ടെന്നോ പാറമുണ്ടെന്നോ ആണ് പേര്, അയാള് ക്ലോസ് ചെയ്ത്, വാതിലങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഈ ഡെഡ് ബോഡിയിൽ ആഞ്ഞ് ചവിട്ടിയിട്ട് മുട്ടൻ തെറി പറയുന്ന ഒരു കഥയാണ് വ്യാജബിംബം എന്ന കഥ. അടക്കി ഭരിക്കുന്ന അധികാരത്തിന്റെ, സമഗ്രാധികാരത്തിന്റെ സകല സ്വഭാവത്തെയും എങ്ങനെയാണ് വെല്ലുവിളിക്കേണ്ടത്, എങ്ങനെ വെല്ലുവിളിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ അടഞ്ഞ സമൂഹമായി ഒരു സമൂഹം മാറുന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ വലിയ പ്രത്യേകത. അത്
വിമർശനങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ്. തീർച്ചയായും ലോകത്തെമ്പാടും സാഹിത്യം ചെയ്തുകൊണ്ടിരുന്നത്, സർഗാത്മകത ചെയ്തുകൊണ്ടിരുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വിമർശനാത്മകമായി നമ്മൾ എന്താണ് നിലവിലുള്ള അവസ്ഥ, മനുഷ്യന്റെ മസ്തിഷ്കത്തിന് മുകളിൽ അധികാരം അടയിരിക്കുന്ന സമയത്ത് അധികാരത്തെ തിരസ്കരിക്കുക എന്നുള്ളതാണ്, അധികാരത്തിന്റെ യുക്തികളെ തള്ളിക്കളയുക എന്നുള്ളതാണ് എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ദൗത്യം. ഇപ്പോ കുറച്ചുകൂടി ലോകത്ത് മറ്റൊരു ശ്രമം, ഞാൻ വളരെ വിപുലമായി സംസാരിക്കുന്നില്ല, കാരണം ഇതിലൊരു 1-2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. റൈറ്റ് വിങ് പോപ്പുലിസ്റ്റ് മോഡൽ എന്നൊരു പുതിയ സംഭവമാണ്. പോപ്പുലിസം നമുക്കറിയാം, വളരെ മുമ്പേ ഉള്ളൊരു സംഭവമാണ്. ഒരാൾ സർവജ്ഞനാണ്, അയാൾക്കെല്ലാം പറ്റും. കഥ എഴുതുന്നത് ഇയാൾ കഴിച്ച് വേറൊരു കഥയുമില്ല, കവിത അത് എഴുതാൻ ഇയാളെ ചുമതലപ്പെടുത്തിയിട്ട് അദ്ദേഹം മഹാനായ എല്ലാ കവിത എഴുതുന്ന ആളാണ്, നാടക സിനിമ അതിൽ ഇയാളാണ്. ഇങ്ങനെ വലിയ ഒരാൾ, ബാക്കി ഒന്നുമില്ല എന്ന രീതിയിൽ. ഇനി ഭരിക്കുന്നയാളാണെങ്കിൽ എല്ലാം അയാളെ സമീപിച്ചാൽ മതി, ബാക്കി ആരെയും വിശ്വസിക്കേണ്ട. അതാണ് പോപ്പുലിസം. പോപ്പുലിസം എന്ന് പറഞ്ഞാൽ ഞാൻ മഹാനാണ്, നിങ്ങളൊക്കെ ഈ പ്രജകളാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് പോപ്പുലിസം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഈ പോപ്പുലിസവും ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഭവവും ഇടതുപക്ഷത്തെ തൂത്തെറിയാനുള്ള, ഇടതുപക്ഷ ആശയത്തെ ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് സാംസ്കാരികമായി നാം വലിയ ഉത്കണ്ഠ വെച്ച് പുലർത്തേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, സംസ്കാരം എന്ന് പറഞ്ഞാൽ സമരമാണ്. സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കളക്ടറേറ്റിൽ 10-12 പോയി, അന്നേരം പോലീസ് വന്നു, കുറച്ച് ബഹളം വെച്ചു, തിരിച്ചു പോകും. ആ സമരത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിരന്തരമായ സമരമാണ് ഒരു ജനതയുടെ സാംസ്കാരികമായി, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ജഡാവസ്ഥയിലാണ് എത്തുക. നിരന്തരമായ സമരം ചെയ്യുമ്പോൾ ആ സമരമാണ് നമ്മെ ഏറ്റവും പുതിയ, കാരണം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതമുണ്ട് എന്ന് കരുതുമ്പോഴാണ് ജീവിതത്തെ കുറിച്ചുള്ള അന്വേഷണം പോകുന്നത്. അന്വേഷണം നിലച്ചു കഴിഞ്ഞാൽ അത് അന്ധയുഗത്തിലേക്കാണ് തീർച്ചയായും നമ്മളെ കൊണ്ടെത്തിക്കുക. ഈ ഒരു